ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു കോഴിക്കോട്ടയുടെ വീഡിയോ ആയിട്ടാണ്. ഈ കോഴിക്കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മാവ് കുഴയ്ക്കുന്നില്ല, കോരി ഒഴിച്ച് മാവ് വെച്ചാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും വിള്ളലും വീഴാതെ നല്ല കോഴിക്കോട്ട നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് അളവിൽ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഒരു ബോൾസായിട്ട് വിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് മൂടി വയ്ക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് മൂടി വയ്ക്കുന്നത്. അടുത്തതായിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഒരു തേങ്ങ ഇരക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്താലും മതി. ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ട് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ശർക്കര പാനി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി ഇങ്ങോട്ട് ചേർത്താലും മതി. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു വെള്ളം ഒത്തിരി ഡ്രൈ ആവണ്ട. ഈ സമയത്ത് ജീരകവും ഏലക്കയും ചുക്കും കൂടെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉണ്ട് മൊത്തം. അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മാവെല്ലാം ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഓരോ ഉരുളി എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് കൈവിരലൊന്ന് നനച്ചതിന് ശേഷം ഒരു കുഴി ഉണ്ടാക്കാം. സെൻറ്ററിൽ ഇച്ചിരി കട്ടി വേണം. എന്നാലും സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട്. കൈവിരൽ പതുക്കെ വെള്ളം തൊട്ടതിന് ശേഷം എല്ലായിടത്തും ഓരോ ലെവലാക്കാം. നമുക്ക് എല്ലാം ഞാൻ ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് വാഴയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എല്ലാം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കാം. നമ്മുടെ കോഴിക്കോട്ട റെഡി നോക്കാം. ചൂടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ കോഴിക്കോട്ടയൊക്കെ നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റുമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.